എങ്ങനെയാണ് ഒരാൾ ഒരു വിദ്യാർത്ഥിക്ക് തൻ്റെ ഉള്ളിലൊരു റിസർച്ച് സ്കോളർ അല്ലെങ്കിൽ അങ്ങനെ ഒരു റിസർച്ച് ഒരു എബിലിറ്റി ഉണ്ടെന്നുള്ളത് കണ്ടെത്താൻ പറ്റുന്നത്? ആരാണ് ശരിക്കും? ഇറ്റ്സ് എ ക്യൂരിയോസിറ്റി. നമ്മൾ ഏതൊരു സാധനം കാണുമ്പോഴും അതിൻ്റെ ഫണ്ടമെൻ്റൽ ഹൗ വൈ എന്നുള്ള ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സാധനം അല്ലെങ്കിൽ ഒരു ഫിനോമിനൻ ഇതിങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ട് അങ്ങനെ വർക്ക് ചെയ്യുന്നതിലൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിൽ ഉള്ളിൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ യു ആർ എ കാൻഡിഡേറ്റ് ഫോർ റിസർച്ച്. നിങ്ങൾക്ക് ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. എൻ്റെ ഏറ്റവും വൺ ഓഫ് ദ ഫേവറേറ്റ് അധ്യാപകനാണ് പ്രകാശൻ സാറ് പറയുന്ന വേർഡാണ് ആ ഒരു ത്വര. അതുണ്ട് എന്നുണ്ടെങ്കിൽ യു ഹാവ് ദാറ്റ് ആപ്റ്റിറ്റ്യൂഡ്. നിങ്ങൾ ഈസ് ആക്ച്വലി ഗുഡ് ടു നോ വൈ ഇറ്റ്സ് വർക്കിംഗ്, ഐ മീൻ വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ് എന്നുള്ള ആ ഒരു അന്വേഷണത്തിൽ നിന്നാണ് എല്ലാ റിസർച്ചസിൻ്റെയും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ഫാദറിൻ്റെ ഇൻസിഡൻറ്റിന് ശേഷം എന്തുകൊണ്ട് ഇത് മുൻകൂട്ടി കണ്ടുപിടിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അതുപോലെ ഒരു ഡിവൈസോ അല്ലെങ്കിൽ അതുപോലെ ഒരു സിസ്റ്റം ഇല്ല എന്നുള്ള ആ ഒരു തോട്ട് ഇറ്റ് വാസ് എ ഡ്രൈവിംഗ് ഫോഴ്സ്. ആ ഒരു ഇത് ഈ പറഞ്ഞ ഹൗ വൈ എന്നുള്ള ഈ ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും ഇന്റേണലി തോന്നുകയാണെന്നുണ്ടെങ്കിൽ യു കീപ് ഡൂയിങ് ഓൺ ഇറ്റ് ആൻഡ് then try to see whether it's actually research is a good field for you.